അത്തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് കിതാബിന്റെ ഉദ്ധരണിയോട് കൂടെ തന്നെ നമുക്ക് കാണാം. അത്തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു അല്ലാഹുമ്മ ജഅൽ ലഹു ആയതൻ തുഈനുഹു അലാ മാ യൻവി മിനൽ ഖൈർ. ഇബ്തങ്ങള് തുഫൈൽ റളിയല്ലാഹു അൻഹു വേണ്ടി ചെയ്തു കൊടുത്ത ദുആ ആണ് ഇത്. അല്ലാഹുവേ, അദ്ദേഹത്തിന് തുഫൈൽ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന നന്മകൾക്ക് സഹായമാകുന്ന ഒരു ദൃഷ്ടാന്തം നീ ആക്കി കൊടുക്കണേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അത്തുഫൈൽ ഇബ്നു അംർ ദൗസി സയ്യിദു ഖബീലത്തി ദൗസിൻ ഫിൽ ജാഹിലിയ്യ. ജാഹിലിയ്യ കാലഘട്ടത്തിലെ ദൗസ് ഗോത്രത്തിന്റെ നേതാവാണ് തുഫൈൽ റളിയല്ലാഹു അൻഹു. വശരീഫുൻ മിൻ അശ്റാഫിൽ അറബിൽ മർമൂഖീൻ. അറബി നേതാക്കളിൽ പ്രധാനികളിൽ ഒരാളാണ് തുഫൈൽ. വാഹിദുൻ മിൻ അസ്ഹാബിൽ മുറൂആത്തിൽ മഅദൂദീൻ. വളരെ പരിഗണനീയരായ നബിതങ്ങളുടെ പ്രധാന വ്യക്തികളിൽ ഒരാളാണ്. നബിതങ്ങളുടെ എന്നല്ല, പ്രധാന പരിഗണനീയരായ പ്രധാന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. ലാ തൻസിലു ലഹു ഖിദ്റുൻ അൻ നാരിൻ വലാ യുസ്ദു ലഹു ബാബുൻ അമാമ ത്വാരിത്തിൻ. ഒരിക്കലും ഗേറ്റ് അടക്കപ്പെടാത്ത വീടിന്റെ ഉടമ, അല്ലെങ്കിൽ അടുപ്പിൽ നിന്ന് പാത്രം ഇറക്കി വെക്കാത്ത വീട് എന്നൊക്കെ പറയുന്നത് പോലെ, അഥവാ വരുന്ന എല്ലാ പ്രവാസനർക്കും അതിഥികൾക്കും ആശയായി മാറിയ ആളെന്നർത്ഥം. യുത്ഇമുൽ ജാഇയ വയുഅമ്മിനുൽ ഖായിഫ വയുജീറുൽ മുസ്തജീറ. വിശക്കുന്ന ആൾക്ക് ഭക്ഷണം നൽകുകയും ഭയപ്പെട്ടു വരുന്നവർക്ക് ആശ്രയം നൽകുകയും നിരാശ്രയർക്ക് അഭയം നൽകുകയും ചെയ്യുന്ന ആൾ. വഹുവ ഇലാ ദാലിക അദീബുൻ അരീബുൻ ലബീബുൻ. ഇതിന്റെ എല്ലാം ഒപ്പം അദ്ദേഹം സാഹിത്യകാരനാണ്, ബുദ്ധിമാനാണ്, നല്ല വിവരസ്ഥനാണ്. വശായിറുൻ മുർഹിഫുൽ ഹിസ്സി റഖീഖുശ് ശുഊരി ബസീറുൻ ബിഹുൽവിൽ ബയാനി വമുർരിഹി. ഹൃദയം തൊട്ട കവിയാണ്, അതുപോലെ വിശദീകരണത്തിന്റെ മാധുര്യവും കൈപ്പും കണ്ട കവിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മാസ്മരിക ശേഷിയുള്ള ആളുകൂടിയാണ്. തിഹാമയിലെ തന്റെ വീട് വിട്ടിറങ്ങുകയാണ്. മുത്തവജ്ജിഹൻ ഇലാ മക്കത്ത, മക്ക ലക്ഷ്യം വെച്ചുകൊണ്ട്. വറഹസ്റായി ദാഇറത്തുൻ ബൈന റസൂലിൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വകുഫാരി ഖുറൈശ്. ആ സമയത്ത് ഖുറൈശി കുഫാറിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിലും ചില തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുല്ലു യുരീദു അൻ യക്സിബ ലിനഫ്സിഹിൽ അൻസാർ. ഓരോരുത്തരും അവരവർക്ക് ആളെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയം. ഓരോരുത്തരും അവരവരുടെ പാർട്ടിയിലേക്ക് ആളെ ആകർഷിക്കുന്നു. നബിതങ്ങൾ അല്ലാഹുവിന് വേണ്ടി ക്ഷണിക്കുന്നു. നബിതങ്ങളുടെ ആയുധം വിശ്വാസവും സത്യവുമാണ്. ഖുറൈശികളിലെ കുഫാറാണെങ്കിൽ സർവ്വ ആയുധങ്ങൾ ഉപയോഗിച്ച് നബിതങ്ങളെ പ്രതിരോധിക്കുന്നു. സർവ്വമാർഗങ്ങളും വഴികളും ഉപയോഗിച്ച് അവർ ജനങ്ങളെ തടഞ്ഞു നിർത്തുന്നു. തുഫൈൽ സ്വയം ഈ പോരാട്ടത്തിലേക്ക്, ഈ തർക്കത്തിലേക്ക് അപ്രതീക്ഷിതമായി ബന്ധപ്പെടുകയാണ്. ഉദ്ദേശ്യപൂർവമല്ലാതെ ഇതിൽ വന്നുപെടുകയാണ്. ഈ ലക്ഷ്യവുമായി മക്കത്ത് വന്നതല്ല. ഖുറൈശികളുടെയോ മുഹമ്മദിന്റെയോ വിഷയം തുഫൈലിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. ومن هنا كانت للطفيل بن عمرو الدوسي مع هذا الصراع حكاية لا تنسى. മറക്കാനാകാത്ത അനുഭവം തുഫൈൽ ഇബ്നു അംർ ഇബ്നു ദൗസി എന്ന തുഫൈൽ റളിയല്ലാഹു അൻഹുവിന് ഈ വിഷയത്തിൽ ഉണ്ടായിത്തീരുകയാണ്. ഫൽനസ്തമി ഇലൈഹി, നമുക്കതൊന്ന് കേട്ടു നോക്കാം.
അത്യപൂർവ കഥകളാണ്. തുഫൈൽ തന്നെ പറയട്ടെ, തുഫൈൽ പറഞ്ഞു, ഖദിംതു മക്കത്ത, ഞാൻ മക്കയിൽ വന്നു. ഫമാ ഇൻ റആനി സാദത്തു ഖുറൈശി നേതാക്കൾ എന്നെ കാണേണ്ട താമസം ഹത്ത അഖ്ബലു അലയ്യ, അവരെന്റെ അടുക്കലേക്ക് വന്നു. ഫർഹബു ബി, അവരെന്നെ സ്വാഗതം ചെയ്തു. അക്രമ തർഹീബിൻ, മാന്യമായി. വഅൻസലൂനി ഫീഹി അഅസ്സ മൻസിലിൻ, എന്നെ നല്ല സ്ഥാനം നൽകി ആദരിച്ചു. ثم اجتمع إلي سادتهم وكبراءهم, അവരിലെ നേതാക്കൾ എന്റെ അടുത്ത് സമ്മേളിച്ചു. വഖാലു, എന്നോട് പറഞ്ഞു, യാ തുഫൈലേ, ഇന്നക ഖദ് ഖദിംത ബിലാദന, നീ ഞങ്ങളുടെ നാട്ടിൽ വന്നതാണ്. വഹാദ റജുൽ ലസീ യസ്ഉമു അന്നഹു നബിയ്യുൻ, ഈ പ്രവാചകനാണ് വാദിക്കുന്ന ആൾ. ഖദ് അഫ്സദ അംറന, ഞങ്ങളുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കി. വമസ്സഖ ശംലന, ഞങ്ങളെ ആ ഐക്യബോധം ഭിന്നിപ്പിച്ചു. ഞങ്ങളെ ഈ സംഘത്തെ ഭിന്നിപ്പിച്ചു. നിങ്ങൾക്കും ഈ പ്രശ്നം ഉണ്ടാകുന്നതാണ് നമ്മൾ ഭയപ്പെടുന്നത്. നിങ്ങളെ സമൂഹത്തിലെ നിങ്ങളുടെ നേതൃസ്ഥാനത്തിനും ഈ വിഷയം വരുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഞങ്ങൾക്ക് വന്നുവിട്ടത് നിങ്ങൾക്കും വരുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ആ മനുഷ്യനോട് സംസാരിക്കാൻ പോകരുത്. ഒന്നും അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കേൾക്കാൻ പോകരുത്. പോലുള്ള സംസാരമാണ് അദ്ദേഹത്തിന്റെ. ബാപ്പയും മകനും തമ്മിൽ തെറ്റിക്കും അദ്ദേഹം. സഹോദരങ്ങൾ തമ്മിൽ തെറ്റിക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിക്കും. തുഫൈൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അത്യപൂർവ കഥകൾ അവരെന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ പ്രവാചകന്റെ അത്ഭുത കഥകൾ പറഞ്ഞ് അവരെന്നെയും എന്റെ സമൂഹത്തെ കുറിച്ചും അവർ ഭയപ്പെടുത്തി. ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പോകില്ലെന്ന് തീരുമാനിച്ചു. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയില്ല. അദ്ദേഹത്തിൽ നിന്നൊന്നും കേൾക്കുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. പള്ളിയിൽ തവാഫിന് വേണ്ടി ഞാൻ ചെന്നു. അവിടെയുള്ള ബിംബങ്ങളിൽ നിന്ന് ബർക്കത്തെടുക്കാൻ. ഞങ്ങൾ ആ ബിംബങ്ങളെയാണ് ലക്ഷ്യം വെക്കാറുള്ളത്. ആ ബിംബങ്ങൾക്കാണ് നമ്മൾ ഹജ്ജ് ചെയ്യാറുള്ളതും ആദരിക്കാറുള്ളതും. ഞാൻ എന്റെ ചെവിയിൽ പരുത്തി വെച്ച് നിറച്ചു. മുഹമ്മദിന്റെ ഒരു സംസാരവും കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു. പക്ഷേ ഞാൻ പള്ളിയിൽ കടന്നപ്പോ കഅബയുടെ അടുക്കൽ വെച്ച് മുഹമ്മദ് നിസ്കരിക്കുന്നു. ഞാനത് കണ്ടു. ഞങ്ങളുടേതല്ലാത്ത ആരാധന, ഞങ്ങളുടെ ആരാധനയല്ലാത്ത ആരാധന. ആ കാഴ്ച എനിക്ക് ഭയങ്കര ആനന്ദമേകി. ആരാധന എന്നെ വല്ലാതെ അമ്പരപ്പിച്ചു. ഞാൻ ഇങ്ങനെ സ്വയം അടുക്കാൻ തുടങ്ങി. ഞാൻ ബോധപൂർവമല്ല, ഞാൻ അടുത്തെത്തി. അങ്ങനെ കുറച്ച് കേൾക്കാതെ വഴിയില്ല. ഞാൻ കുറച്ചൊക്കെ കേട്ടു. നോക്കുമ്പോ അത് നല്ല സംസാരം, നല്ല ഓത്ത്. ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു, തുഫൈൽ, നീ എന്തിനാ ഇങ്ങനെ ആശങ്കപ്പെടുന്നത്? നീ കവിയാണ്, ബുദ്ധിമാനാണ്. ശരിയും തെറ്റും മനസ്സിലാകാൻ നിനക്ക് പണിയില്ല. ഇയാൾ പറയുന്നത് കേട്ടാൽ നിനക്ക് എന്ത് വരാനാ? നല്ലതാണെങ്കിൽ നീ സ്വീകരിക്കണം, വേണ്ടെങ്കിൽ ഉപേക്ഷിക്കണം. തുഫൈൽ പറയാണ്, ഞാൻ വെയിറ്റ് ചെയ്തു നബിതങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത് വരെ.
നബിതങ്ങളെ ഞാൻ ഫോളോ ചെയ്തു. നബിതങ്ങൾ വീട്ടിൽ കടന്നപ്പോൾ ഞാൻ വീട്ടിലേക്ക് ചെന്നു. ഫഖുൽതു യാ മുഹമ്മദ് ഇന്ന ഖൗമക ഖദ് ഖാലു ലീ അൻക കദാ കദാ വകദാ, നിങ്ങളുടെ ആൾക്കാരെ നിങ്ങളെ കുറിച്ച് പലതും എന്നോട് പറഞ്ഞു. ഫവല്ലാഹി മാ ബരിഹു യുഖവിഫൂനനി മിൻ അംദിക്, നിങ്ങളെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തിയവർ. ഹത്താ സദതുദുനയ ബിഖുത്നി, ഞാൻ പരുത്തി വെച്ചിരിക്കുകയായിരുന്നു എന്റെ ചുവട്ടിൽ. ലിയല്ലാ അസ്മാ ഖൗലക, നിങ്ങളെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ. സുമ്മ അബല്ലാഹു ഇല്ലാ യുസ്മിഅനി ശൈഅൻ മിൻ, പക്ഷേ അല്ലാഹു എന്നെ അത് കേൾപ്പിക്കാൻ തീരുമാനിച്ചു. ഫവജദതുഹു ഹസന, കേട്ടപ്പോൾ എനിക്ക് നല്ലതാണെന്ന് മനസ്സിലായി. ഫാരിദ അലയ്യ അംറക, നിങ്ങളെ വിഷയങ്ങളൊന്നും പറഞ്ഞുകൊണ്ടാണ്. ഫാറദ അലയ്യ അംറഹു, എല്ലാം പറഞ്ഞു. വഖറാലി സൂറത്തുൽ ഇഖ്ലാസ് വൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്തുകൾ എനിക്ക് ഓതി കേൾപ്പിച്ചു. ഫവല്ലാഹി മാ സമിഅതു ഖൗലൻ അഹ്സന മിൻ ഖൗലിഹി, ഇത്ര നല്ല വാക്ക് ഞാൻ മുമ്പ് കേട്ടിട്ടില്ല. വലാ റഅയ്തു അംറൻ അഅദല മിൻ അംദിഹി, ഇത്ര നല്ല കാര്യം ഞാൻ കണ്ടിട്ടില്ല. ഇന്ദദാലിക ബസത്തു യദീ ലഹു, ഞാൻ കൈ നീട്ടി. ശഹീദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വദഖൽതു ഫിൽ ഇസ്ലാം, ഞാൻ ഷഹാദത്ത് കലിമയിൽ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. ഖാല തുഫൈൽ പറയാൻ, തുമ്മ അഖംതു ഫി മക്കത്ത സമനൻ തഅല്ലംതു ഫീഹി ഉമൂറൽ ഇസ്ലാം, ഞാൻ കുറച്ചു കാലം മക്കയിൽ താമസിച്ചു, ഇസ്ലാം പഠിച്ചു. വഹഫിൽതു ഫീഹി മാ തയസ്സറ ലി മിനൽ ഖുർആൻ, ഖുർആൻ കുറച്ചൊക്കെ ബൈഹാത്താക്കി. വലമ്മാ അസംതു അലൽ ഔദതി ഇലാ ഖൗമി, ഞാൻ തിരിച്ചു പോകാൻ തീരുമാനിച്ചപ്പോ ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നി മുർഉൻ മുതാഅൻ ഫീ അശീറതി, എന്റെ കുടുംബത്തിലൊക്കെ ഞാനൊരു നേതാവാണ്, എന്നെ എല്ലാവരും അനുസരിക്കും. ഞാൻ അവരുടെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ്, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ പോവുകയാണ്. എനിക്കൊരു ദൃഷ്ടാന്തം വേണം, ഒരു അത്ഭുതം. എനിക്കത് സഹായമാകണം. ഞാൻ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോ അവർക്ക് അത് കണ്ട് കൗതുകം തോന്നിയിട്ട് അവർ ഇസ്ലാമിലേക്ക് വരാൻ തോന്നണം. തുഫൈലിന് നല്ലൊരു ദൃഷ്ടാന്തമാക്കി കൊടുക്കണേ എന്ന് നബിതങ്ങൾ പ്രാർത്ഥിച്ചു. ഫഖറജതു ഇലാ ഖൗമി, ഞാൻ എന്റെ സമൂഹത്തിലേക്ക് പുറപ്പെട്ടു. ഹത്താ കുന്തു ഫീ മൗദിഇൻ മുശ്രിഫിൻ അലാ മനാസിലിഹിം, എന്റെ നാട്ടുകാർ കുടുംബക്കാരൊക്കെ താമസിക്കുന്ന വീടുകൾ, ആ വീടുകളിന് തൊട്ടടുത്തായുള്ള ഉയർന്ന കുന്നിൽ ഞാൻ എത്തി. എന്റെ കണ്ണിന് നേരെ ഒരു വിളക്ക് പോലെ ഒരു വെളിച്ചം വന്നു. ഞാൻ പ്രാർത്ഥിച്ചു, പടച്ചോനെ, മുഖമല്ലാത്ത എവിടെയെങ്കിലും ആക്കി തരണം ഈ വെളിച്ചം, ഈ ദൃഷ്ടാന്തം. അവര് കരുതിയേക്കുമെന്നാണ് എന്റെ പേടി. എന്റെ മുഖത്ത് ഒരു ശിക്ഷ വന്നതാണ്. ഞാൻ അവരുടെ ദീന് പിരിഞ്ഞതിനെ, ദീൻ ഉപേക്ഷിച്ചതിനാൽ എന്നവർ കരുതും. അതുകൊണ്ട് മുഖത്ത് വേണ്ട വേറെ എവിടെയെങ്കിലും. എന്റെ ചാട്ടവാറിന്റെ തലക്കാ വെളിച്ചം വന്നു. എന്റെ ചാട്ടവാറിൽ ജനങ്ങൾ ഈ വെളിച്ചം കാണാൻ തുടങ്ങി. ഒരു വിളക്ക് കെട്ടിത്തൂക്കിയതുപോലെ അത്ഭുതകരമായ ഒരു വെളിച്ചം. ഞാൻ കുന്നിൽ നിന്ന് അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ഫലമ്മ നസൽതു, ഞാൻ വന്നപ്പോ അത്താനി അബി, ഉപ്പ എന്റെ അടുത്ത് വന്നു. കാന ശൈഖൻ കബീർ, പ്രായമുണ്ട്. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഇലൈക അന്നി യാ ബാപ്പ, നിങ്ങൾ മാറി നിൽക്ക്. ഫലസ്തു മിൻക വലസ്ത മിന്നി, ഇപ്പൊ നമ്മൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഖാല വലിമ യാ ബുനയ്യ, എന്താ എന്റെ മോനെ പറ്റിയത്? ഖാൽതു ലഖദ് അസ്ലംതു വ തഅബഅതു ദീന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനെ പിൻപറ്റിയതാണ്. ഖാല യാ ബുനയ്യ ദീനി ദീനുക, എന്റെ മതവും നിന്റെ മതവും ഒക്കെ ആയോ? ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഇദ്ഹബ് വഗ്തസിൽ വത്വഹിർ സിയാബക, നിങ്ങൾ പോയി കുളിച്ചിട്ട് വസ്ത്രമൊക്കെ വൃത്തിയാക്കി വാ. സുമ്മ തആല ഹത്താ ഉഅല്ലിമക മാ ഉല്ലിംതു, ഞാൻ പിന്നെ നിങ്ങൾക്ക് ഞാൻ പഠിച്ചതൊക്കെ പഠിപ്പിച്ചു തരാം. ഫദഹബ ഫഗ്തസല വത്വഹറ സിയാബഹു, അങ്ങനെ പോയി കുളിച്ചു വൃത്തിയായി വസ്ത്രമൊക്കെ വൃത്തിയായി വന്നു. സുമ്മ ജാഅ ഫഅറദതു അലൈഹിൽ ഇസ്ലാമ ഫഅസ്ലം, ഞാൻ ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു, അവർ ഷഹാദത്ത് കലിമയിൽ ഇസ്ലാം സ്വീകരിച്ചു. ثم جاءت زوجتي, ഭാര്യ വന്നു. فقلت إليك أني فلست منك ولست مني, ഇപ്പൊ ഞാൻ നീയൊക്കെ വേറെയാണ്, നീ മാറി നിൽക്ക്. കാലത്ത് വലിമ ബിഅബി അൻത വഉമ്മി, ഒരു ഭർത്താവിനെ സമർപ്പിച്ച് സംസാരിക്കുന്ന ഒരു സമയമാണ് ഭർത്താവിനോട്. എന്റെ ഉപ്പയും ഉമ്മയൊക്കെ അങ്ങേക്ക് സമർപ്പണം, എന്തു പറ്റി? ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഫറഖ ബൈനി വ ബൈനകി അൽ ഇസ്ലാം, ഇപ്പൊ ഞാനും നീയും തമ്മിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വ്യത്യാസമുണ്ട്. ഫഖദ് അസ്ലംതു വ തഅബഅതു ദീന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനെ പിൻപറ്റി ഇസ്ലാം സ്വീകരിച്ചു. ഖാലത് ഫദീനി ദീനുക, ഞാനും അതേ മതം സ്വീകരിക്കാൻ. ഖുൽതു ഫദ്ഹബി ഫത്വഹിരി, എന്നാ പോയിട്ട് ശുദ്ധിയായി വാ. മിമ്മാ ഇദി ശറാ,
ആ ദിശറയുടെ വെള്ളത്തിൽ നിന്ന്. അതൊരു കുളമാണ്, ഒരു തടാകമാണ്. അത് ദൗസ് ഗോത്രത്തിന്റെ ഒരു പ്രത്യേക ബിംബമാണ് അവർ ആരാധിക്കുന്നത്. പർവ്വതങ്ങളിൽ നിന്ന് ചുറ്റിലിൽ നിന്നും വെള്ളം ഒഴുകി വന്ന് അവിടെയാണ് സംഗമിക്കുക. ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഈ ബിംബത്തെ ഉപേക്ഷിച്ചു പോയാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ വല്ലതും പറ്റൂലേ? നീയും നിന്റെ ദിശറായും നീയും നിന്റെ ബിംബവും. ഖുൽതുലക്കി, ഞാൻ പറയട്ടെ, ജനങ്ങൾ കാണാത്ത ഒരു സ്ഥലത്ത് പോയി ഒന്ന് കുളിച്ചിട്ട് വാ. ഈ ഒന്നും പറയാനും ഉണ്ടാകാൻ കഴിയാത്ത കല്ല് നിന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ ഗ്യാരണ്ടി. പോയി കുളിച്ചു. ഞാൻ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു, അവർ ഇസ്ലാം സ്വീകരിച്ചു. ഞാൻ ദൗസ് ഗോത്രത്തെ ക്ഷണിച്ചു. അബൂ ഹുറൈറ അല്ലാത്ത എല്ലാവരും അവരെല്ലാം മാറി നിന്നു. പെട്ടെന്ന് ഇസ്ലാം സ്വീകരിച്ച ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഞാൻ മക്കയിൽ നബിതങ്ങളുടെ അടുത്തേക്ക് ചെന്നു. കൂടെ അബൂ ഹുറൈറ. നബിതങ്ങൾ എന്നോട് ചോദിച്ചു, എന്തൊക്കെയായി നീ പോയിട്ട്? മനസ്സിലൊക്കെ മൂടിയിട്ട് പോയിരിക്കുന്നു, ഭയങ്കര കുഫ്റാണ്. ദൗസ് ഗോത്രത്തിൽ ഒരുപാട് കുഴപ്പങ്ങളാണ് നബിയെ, അവർ ഇസ്ലാം ഒന്നും സ്വീകരിക്കുന്നില്ല. നബിതങ്ങൾ പോയി വുദൂഅെടുത്ത് നിസ്കരിച്ചു. കൈകൾ മേൽപോട്ട് ഉയർത്തി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, നബിതങ്ങൾ ദുആ ചെയ്യുന്നത് കണ്ടപ്പോ എന്റെ സമൂഹത്തിന് നേരെ, സമുദായത്തിന്, എന്റെ നാട്ടുകാർക്ക് നബിതങ്ങളെതിരെ ദുആ ചെയ്യുമോ? എന്റെ നാട്ടുകാരൊക്കെ മരിച്ചില്ലാതായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. പടച്ചോനെ, എന്റെ നാട്ടുകാരെ എന്ന് ഞാൻ പറഞ്ഞു. വേദനയോടെ, വിഷമത്തോടെ, വെപ്രാളത്തോടെ പറഞ്ഞു. നബിതങ്ങൾ അവിടുന്ന് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവേ, നീ ദൗസ് ഗോത്രത്തെ ഹിദായത്തിലാക്കണേ എന്ന് 3 വട്ടം നബിതങ്ങൾ ദുആ ചെയ്തു. തുഫൈലിന്റെ അടുത്തേക്ക് തിരിഞ്ഞു. നിങ്ങളുടെ നാട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലും. അവരോട് നല്ല സോഫ്റ്റ് ആയിട്ട് പെരുമാറും. ഇസ്ലാം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. ഞാൻ ദൗസ് ഗോത്രത്തിന്റെ നാട്ടിലേക്ക് ചെന്നവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. നബിതങ്ങൾ അപ്പോഴേക്ക് മദീനയിലേക്ക് ഹിജ്റ പോയി. അങ്ങനെ ബദർ, ഉഹുദ്, ഖന്ദഖൊക്കെ കഴിഞ്ഞു. ഞാൻ നബിതങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ദൗസ് ഗോത്രത്തിലെ 80 വീട്ടുകാരൻ അസ്ലമു, അവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചു. അവരൊക്കെ നന്നായിട്ട് ഇസ്ലാം പഠിച്ചു. നബിതങ്ങൾ നന്നായി സന്തോഷിച്ചു. ഖൈബറിന്റെ വിഹിതം വെക്കുമ്പോൾ ഞങ്ങൾക്കും നബിതങ്ങൾ വിഹിതം വെച്ചു. ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇജഅൽനാ മൈമനതക ഫീ കുല്ലി ഗസ്വത്തിൻ തഖ്സൂഹാ വജഅൽ ശിആറനാ മബ്റൂർ. നബിയെ, ഞങ്ങളെയും ഇനി അങ്ങ് ഇഷ്ടമിത്രങ്ങളായി കൂട്ടണം. എല്ലാ യുദ്ധത്തിന് പോകുമ്പോഴും പോരാട്ടങ്ങൾക്ക് പോകുമ്പോഴും ഞങ്ങളെയും വിളിക്കണം. ഞങ്ങൾ അങ്ങയുടെ പ്രിയപ്പെട്ടവരായി മാറും. നബിതങ്ങളുടെ കൂടെ കഴിയാൻ തുടങ്ങി. നടന്നു, മക്ക വിജയം നടന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇബ്അത്നി ഇലാ ദിൽ കഫൈൻ, ഈ ദിൽ കഫൈനിലേക്ക് എന്നെ അയക്കൂ. സനമു അംറു ഇബ്നു ഹമമ ഹത്താ അഹ്രിഖഹു. അംറു ഇബ്നു ഹമമിന്റെ ആ ബിംബമാണ് ദിൽ കഫൈൻ. ഞാൻ അവിടെ പോയിട്ട് അതൊന്ന് കത്തിക്കട്ടെ. ഫഅദിന ലഹു നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബിതങ്ങൾ സമ്മതം കൊടുത്തു. ഫസാറ ഇല സ്വനമി ഫി സരിയത്തിൻ മിൻ ഖൗമിഹി, ഏതാനും ആളെ കൂട്ടിയിട്ട് ആ ബിംബത്തിന്റെ അടുക്കലേക്ക് ചെന്നു. ഫലമ്മ ബലഗഹു, അവിടെ എത്തിയപ്പോൾ ഹമബി ഇഹ്റാഖിഹി, അത് കത്തിച്ചു കളയാൻ തീരുമാനിച്ചപ്പോൾ ഇജ്തമഅ ഹൗലഹു നിസാഉ വർ റിജാലു വൽ അത്ഫാൽ,
അവിടെ സ്ത്രീകളും പ്രായമുള്ളവരും കുട്ടികളൊക്കെ ഒരുമിച്ച് കൂടി അവർ ഒരുമിച്ച് കൂടിയിട്ട് ഇത് കത്തിക്കുന്ന ആൾക്ക് വല്ല അപകടവും പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ വലിയ ഇടുത്തി വന്നിട്ട് ഇത് കത്തിക്കാൻ വന്ന ആൾ നശിച്ചു പോകുന്നവർ പ്രതീക്ഷിച്ചു. അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന ഈ ബിംബത്തിന് വല്ല പ്രയാസവും വന്നുപെട്ടേക്കും എന്നവര് കരുതി. പക്ഷെ തുഫൈൽ അഖ്ബല അല സ്വനം, ബിംബത്തിന്റെ അടുത്തേക്ക് വന്നു. ഇതിന്റെ ആരാധകർ ആരാധിക്കുന്ന കാഴ്ചപ്പുറത്ത് തന്നെ വന്നു. അതിന്റെ ഹൃദയഭാഗത്ത് തന്നെ തീ വെച്ചു കൊടുത്തു. അതിങ്ങനെ കത്തി അമർന്നു. ആ സമയത്ത് നബി ബഹുമാനപ്പെട്ട തുഫർ റളിയല്ലാഹു അൻഹു പാടി, യാ അൽ കഫൈനി ലസ്തു മിൻ നുബാദിക മീലാദുനാ അഖദമു മിൻ മീലാദിക ഇന്നി ഹസൗതു നാറ ഫീ ഫുആദിക. ഓ ദുൽ കഫൈൻ, ഞങ്ങൾ നിന്റെ ആരാധകരൊന്നുമല്ല, ഞങ്ങൾ അല്ലാഹുവിന്റെ ആരാധകരാണ്. മീലാദുനാ അഖദമു മിൻ മീലാദിക, നീ ജനിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങളുണ്ടായിരുന്നു, പിന്നെ ഉണ്ടാക്കിയതാണ് നിന്റെ ഈ മരം. ഇന്നി ഹസൗതു നാറ ഫീ ഫുആദിക, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഞാൻ ഇത് തീ വെക്കാൻ പോവുകയാണ്. ഗോത്രത്തിന് അവിടെ അതിങ്ങനെ കത്തി അമർന്നപ്പോ അതിന്റെ കൂടെ ആ ദൗസ് ഗോത്രത്തിന്റെ ഇതെല്ലാം കത്തി അമർന്നു. ഫാസിലമൽ ഖൗമു ജമീഅൻ, എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. ഹസന ഇസ്ലാമും, എല്ലാവരും ഇസ്ലാം വളരെ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചു. തുഫൈൽ ഇബ്നു അംർ ദൗസി ബഅദ ദാലിക മുലാസിമൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി. തുഫൈൽ റളിയല്ലാഹു അൻഹു അതിനുശേഷം നബിതങ്ങളെ പിൻപറ്റി, നബിതങ്ങളെ പിന്നാലെ കൂടി. ഹത്താ ഖുബിദ നബിയു ഇലാ ജിവാരി റബ്ബിഹി, നബിതങ്ങളെ വഫാത്ത് വരെ. വലമ്മാ ആലത്തിൽ ഖിലാഫത്തു മിൻ ബഅദിഹി ഇലാ സ്വഹബിഹി സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായപ്പോ നബിതങ്ങളുടെ ഖലീഫയായ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ തുഫൈൽ റളിയല്ലാഹു അൻഹു തന്റെ ജീവിതം, മക്കളെയും തന്റെ ആയുധവും എല്ലാം അവിടെ ചെലവഴിച്ചു. അങ്ങനെ മതഭ്രഷ്ടിന്റെ ആൾക്കാർ ഒരുപറ്റം സുദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്നപ്പോ ഒരുപറ്റ ആൾക്കാര് പുറത്തു പോയിരുന്നു. അപ്പോ അവരോട് മുസ്ലിം സൈന്യത്തിൽ തുഫൈൽ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നു. മുസൈലിമത്തുൽ കദ്ദാബിനോടുള്ള ആ യുദ്ധത്തിന് ചെന്നു. കൂടെ മകൻ അംർ. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സ്വപ്നം കണ്ടു. ഞാനൊരു സ്വപ്നം കണ്ടു, നിങ്ങൾ അതിന്റെ ഒരു വ്യാഖ്യാനം പറയാം. എന്താ കണ്ടത്? എന്റെ തല മൊട്ടയടിക്കുന്നു. ഒരു പക്ഷി എന്റെ വായിൽ നിന്ന് പറന്നു പോകും. ഒരു സ്ത്രീ അവരുടെ വയറ്റിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുന്നു. എന്റെ മകൻ എന്നെ കുറിച്ച് സങ്കടത്തോടെ തന്നെ അന്വേഷിക്കുന്നു. എന്റെ അവരുടെ മകന്റെ ഇടയിൽ മറ വന്നുപോയി. അവര് നല്ല വ്യാഖ്യാനം നൽകി. എന്റെ വിഷയം ഞാൻ അതിന്റെ വ്യാഖ്യാനം കണ്ടു. തല മുടികളയുന്നത് എന്റെ തല വെട്ടപ്പെടും. പക്ഷി എന്റെ വായിൽ നിന്ന് പറന്നുപോയ പക്ഷി എന്റെ ആത്മാവാണ്. എന്നെ വയറ്റിലേക്ക് എടുത്ത സ്ത്രീ ഭൂമിയാണ്. എന്നെ ഈ ഭൂമിയുടെ വയറ്റിൽ മറമാടപ്പെടും. ഞാൻ ഷഹീദായി മരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മകൻ എന്നെ അന്വേഷിക്കുന്നത് അവനും രക്തസാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നേടിയ സൗഭാഗ്യം. അല്ലാഹു വകുപ്പ് നൽകിയാൽ, അവസരം നൽകിയാൽ, മകൻ ഇപ്പൊ രക്തസാക്ഷിയാകാൻ കഴിയില്ല എന്നാണ് അതിന്റെ വ്യാഖ്യാനം.
വഫീ മാരിക്കത്തിൽ യമാമത്തി യമാമ പോരാട്ടത്തിൽ അബുൽ സ്വഹാബിയുൽ ജലീൽ തുഫൈൽ ഇബ്നു അംർ ദൗസി തുഫൈൽ റളിയല്ലാഹു അൻഹു ആ പോരാട്ടത്തിനിടയിൽ അഅ്ളമൽ ബലാ നല്ല വലിയ പരീക്ഷണം നേരിട്ടു. ഹത്താ ഖറ സ്വരീഅൻ ഷഹീദൻ അവിടെ രക്തസാക്ഷിയായി വീണു. അല അർളി മഅരിക പോരാട്ടഭൂമിയിൽ തന്നെ. വമബ്നുഹു അംർ എന്ന മോൻ ഫമസാല യുഖാതിലു നന്നായി പോരാടി. ഹത്താ അസ്ഖനതുൽ ജിറാഹു ധാരാളം മുറിവുകളെ വഖുതിയത് കഫുൽ യുംന വലത് കൈ വെട്ടപ്പെട്ട് മുറിഞ്ഞുപോയി. ഫആദ ഇലൽ മദീനത്തി മുഖല്ലിഫൻ അല അർളിൽ യമാമത്തി അബാഹു വയദഹു തന്റെ പിതാവിനെയും തന്റെ കൈയെയും യമാമ ഭൂമിയിൽ ഉപേക്ഷിച്ച് തിരിച്ചു പോരേണ്ടി വന്നു. വഫി ഖിലാഫത്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് ദഖല അലൈഹി അംർ ഇബ്നുൽ തുഫൈൽ റളിയല്ലാഹു അൻഹു മോൻ ഉമർ റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് വന്നു. ഫഉതിയ ലി ഫാറൂഖ് ബിതുആമിൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ തുആം ഭക്ഷണം കൊണ്ടുവന്നു. അന്നാസു ജുലൂസുൻ ഇൻദഹു ജനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഫദഅൽ ഖൗമ ഇലാ തുആമിഹി എല്ലാവരും ഭക്ഷണത്തിന് ക്ഷണിച്ചു. ഫതനഹ അംറുൻ അൻഹു അംർ റളിയല്ലാഹു അൻഹു പതുക്കെ മാറി. ഫഖാല ലഹു ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാലക് എന്തേ ലഅല്ലക തഅഖർത അനി തുആമി നിങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് മാറി നിന്നത് ഖജലൻ മിൻ യദിക് നിങ്ങളെ കൈയിന്റെ വിഷയമല്ലേ, മുറിഞ്ഞുപോയ കൈ കാണണം. ഖാല അജൽ അതന്നെ യാ അമീറുൽ മുഅ്മിനീൻ അത് തന്നെയാണ് അമീറുൽ മുഅ്മിനീൻ. ഖാല വല്ലാഹി ലാ അദൂഖു ഹാദ തുആമ ഞാൻ ഈ ഭക്ഷണം തൊടൂല ഹത്താ തഖ്ലിതഹു ബിയദികൽ മഖ്തൂഅ നിങ്ങൾ മുറിക്കപ്പെട്ടു പോയ ആ കൈ കൊണ്ട് സ്പർശിക്കുന്നത് വരെ ആ കൈ കുത്താതെ ഞാൻ ഇത് തൊടില്ല. വല്ലാഹി മാ ഫിൽ ഖൗമി അഹദുൻ ബഅദുഹു ഫിൽ ജന്നതി ഇല്ലാ അൻത ശരീരത്തിന്റെ ഒരു ഭാഗം സ്വർഗ്ഗത്തിലെത്തിയ ഏക മനുഷ്യൻ നിങ്ങളാണ് ഇവിടെ ഈ സദസ്സിൽ. യുരീദു ദാലിക ബിയദഹു മുറിഞ്ഞുപോയ കൈ ലക്ഷ്യം വെച്ചാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. വല്ലഹുലു ശഹാദത്തി യലൂഹു ലി അംറിൻ അംർ എന്ന മോന് രക്തസാക്ഷിത്വത്തിന്റെ മോഹം ആ മോഹം മനസ്സിൽ ഇങ്ങനെ കിടന്നുലയാൻ തുടങ്ങി. വാപ്പ പിരിഞ്ഞതിന് ശേഷം എപ്പോഴും രക്തസാക്ഷിയാകണമെന്നുള്ള ആഗ്രഹം യർമൂക്ക് പോരാട്ടം വന്നപ്പോ ഹിജ്റയുടെ 15-ാം വർഷം നടന്ന പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ആ സംഘത്തിനൊപ്പം അംർ റളിയല്ലാഹു അൻഹു ഇറങ്ങി പുറപ്പെട്ടു. ബാപ്പ ആഗ്രഹിച്ചിരുന്ന ആ രക്തസാക്ഷിത്വം പുൽകി. റഹിമല്ലാഹു തുഫൈൽ ഇബ്നു അംർ ദൗസി ഫഹുവ ശഹീദ് വ അബു ശഹീദ് തുഫൈൽ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാണ്, രക്തസാക്ഷിയുടെ ബാപ്പയാണ്. അല്ലാഹു ഇത്തരം മഹാന്മാരുടെ ആ പദവി ഉൾക്കൊള്ളാൻ ആ പദവി അറിഞ്ഞ് ആസ്വദിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചെറിയൊരു ഭാഗമെത്തിയപ്പോ ഒന്ന് കണ്ണടച്ചു പോയി. പരിശുദ്ധ റമദാനിന്റെ 5-ാമത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം നാം പറയുന്നത്. ഈ മഹാന്മാരുടെയൊക്കെ മദതും ആ ഒരു ഈമാനികമായ നൂറും ആ ഈമാനിന്റെ മാധുര്യമൊക്കെ അനുഭവിക്കാനും അവരെ അനുധാവനം ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ വഴിയിൽ ജീവിതം സമർപ്പിക്കാൻ അവർ കാണിച്ച വെമ്പൽ മാഷാ അല്ലാഹ്, ആ മഹാന്മാരുടെ വഴിയെ സഞ്ചരിക്കാൻ ഈമാനും ഇസ്ലാമും അവരുടെ ഒരു വഴിയിൽ പുൽകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മഹാന്മാരുടെ മദദ് കാരണം ജീവിതം എല്ലാം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ റളിയ അൻഹും ശഹ്റു റമളാൻ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ റളിയ അൻഹും അസ്ഹാബു നബിയിക്കൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. റളിയല്ലാഹു അൻ ജമീഇഹിം. റളിയല്ലാഹു അൻ അംർ ഇബ്നു തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹുമാ.